ഹലോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ വളരെ എല്ലാവർക്കും യൂസ്ഫുൾ ആവും എന്ന് ഞാൻ വിചാരിക്കുന്ന ഒരു വീഡിയോ ആണ്. കാരണം ഇപ്പോഴത്തെ ഒരു ചൂടിന് നമുക്ക് എല്ലാവർക്കും വളരെ മസ്റ്റായിട്ട് യൂസ് ചെയ്യേണ്ട ഒരു പ്രോഡക്റ്റ് തന്നെയാണ് സൺസ്ക്രീനിൻ്റെ റിവ്യൂ ബേസ്ഡ് വീഡിയോ ആണ്. സൺസ്ക്രീൻ എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഡോട്ടർ ഷെറ്റ്സ് സൺസ്ക്രീനിൻ്റെ റിവ്യൂ ആണ്. അപ്പോൾ സൺസ്ക്രീൻ എല്ലാവരും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇപ്പോൾ നമ്മളുടെ ഈ ഒരു വെയിലിൽ സൺസ്ക്രീൻ ഇല്ലാതെ പുറത്തേക്ക് ഇറങ്ങിയാൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന ആളായിരിക്കില്ല തിരിച്ചകത്തേക്ക് കയറി വരുന്നത്. അത്ര വെയിലും അത്ര ചൂടുമാണ്. നമ്മുടെ സ്കിന്നൊക്കെ വളരെ ഡാമേജ് ആയി പോകുന്ന ഒരു കണ്ടീഷനാണ് ഇപ്പോഴത്തെ ഒരു വെയിലെന്ന് പറയുന്നത്. പക്ഷേ ഞാനും ഈ ഒരു സൺസ്ക്രീൻ ഒരു അടുത്തിടയ്ക്കാണ് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. ഞാൻ എൻ്റെ ഡെയിലി റുട്ടീൻ്റെ ഭാഗമായിട്ടുണ്ടെന്ന് ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്ന ആളല്ലായിരുന്നു. പക്ഷേ ഞാനിങ്ങനെ വീഡിയോസ് എന്ന് വെച്ചാൽ യൂട്യൂബ് വീഡിയോസ് ഇങ്ങനെ കണ്ട് അതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് സൺസ്ക്രീൻ നമുക്ക് മസ്റ്റായിട്ട് നമ്മൾ അവോയ്ഡ് ചെയ്യാൻ പാടില്ലാത്ത, നമ്മുടെ സ്കിൻ കെയർ റുട്ടീനിൽ അവോയ്ഡ് ചെയ്യാൻ പാടില്ലാത്ത ഒരു സംഭവം തന്നെയാണ് സൺസ്ക്രീൻ എന്ന് പറയുന്നത്. നമ്മുടെ സ്കിൻ നല്ലപോലെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും മസ്റ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ട ഒരു പ്രോഡക്റ്റാണ് സൺസ്ക്രീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ കുറേ സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് വെച്ചിട്ട് നോക്കുമ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ വാങ്ങുന്ന സൺസ്ക്രീനിൻ്റെ ഒക്കെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്, ഓൾമോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ യൂസ് ചെയ്ത സൺസ്ക്രീനിലൊക്കെ പക്ഷേ എനിക്ക് വൈറ്റ് കാസ്റ്റ് നല്ല പോലെയുള്ള സൺസ്ക്രീൻ ആയിരുന്നു ഞാനിപ്പോൾ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വൈറ്റ് കാസ്റ്റ് ഒന്നും ഇല്ലാതെ വളരെ നമുക്ക് നല്ല റിസൾട്ട് തരുന്ന ഒരു സൺസ്ക്രീൻ ഞാൻ ഈ അടുത്തിടയ്ക്ക് വാങ്ങി. ആ വാങ്ങിയതിൻ്റെ റിസൾട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. വാങ്ങിക്കഴിഞ്ഞിട്ട് ഉടനെ എടുത്തിട്ടുള്ള ഒരു വീഡിയോ അല്ല, നിങ്ങൾക്ക് കണ്ടാലറിയാം. ഞാനിവിടെ യൂസ് ചെയ്തിട്ട് അതിൻ്റെ പാക്കിംഗ് കണ്ടോ തീരാറായി. അപ്പോൾ അത് വെച്ചിട്ടുള്ള ഒരു റിസൾട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതെന്ന് പറയുന്നത് വൈറ്റ് കാസ്റ്റ് തീരെയില്ലാത്ത, വളരെ പെട്ടെന്ന് നമ്മുടെ സ്കിന്നിൽ അബ്സോർവ് ആവുന്ന ഒരു സൺസ്ക്രീനാണ് കേട്ടോ ഈ ഒരു ഡോട്ടർ ഷെറ്റ്സ് വൈറ്റമിൻ സി സൺസ്ക്രീൻ. ഇതിൻ്റെ SPF എന്ന് പറയുന്നത് 50+ ആണ്. നമ്മളുടെ ഇപ്പോഴത്തെ ഈ ചൂടിന് 50 പോരാ, ഒരു 70+ ഒക്കെ ഉള്ള സൺസ്ക്രീൻ തന്നെ വേണം. അതുപോലത്തെ ചൂടാണ്. പക്ഷേ 50+ നോർമൽ നമ്മൾ ഇവിടെ ഉള്ള ആൾക്കാർ 50+ ഉള്ള സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിന് അവരുടെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് എന്ന് പറയുന്നത് 1% സെറാമൈഡ് കോംപ്ലക്സ് ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. പിന്നെ 2% വൈറ്റമിൻ സി കോംപ്ലക്സ് ഉണ്ട്, 1% ഹൈലറോണിക് ആസിഡ് ഉണ്ട്, പിന്നെ മിനറൽ ആൻഡ് ഓർഗാനിക് ഫിൽറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. 1% സെറാമൈഡ് കോംപ്ലക്സ് എന്ന് പറയുന്ന സംഭവം നമ്മുടെ സ്കിൻ ബാരിയർ മോയ്സ്ചറായിട്ട് നിർത്തി സ്കിൻ ബാരിയർ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ 1% സെറാമൈഡ് കോംപ്ലക്സ് നമുക്ക് ഈ ഒരു സൺസ്ക്രീനകത്ത് ഹെൽപ്പ് ചെയ്യുന്നത്. സെക്കൻഡ് അത് പറഞ്ഞേക്കുന്നത് 2% വൈറ്റമിൻ സി കോംപ്ലക്സ് ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ്. 2% വൈറ്റമിൻ സി കോംപ്ലക്സ് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഇല്ലാതാക്കാനും അതുപോലെ നമ്മുടെ സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനും ഒക്കെ നല്ലപോലെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ വൈറ്റമിൻ സി കോംപ്ലക്സ്. നെക്സ്റ്റ് പറഞ്ഞേക്കുന്നത് 1% ഹൈലറോണിക് ആസിഡ് ആണ്. ഹൈലറോണിക് ആസിഡ് നമ്മുടെ സ്കിൻ ഹെൽത്തി ആയിട്ട് വെക്കാൻ, അതുപോലെ നല്ല പ്ലം ആക്കി വെക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഹൈലറോണിക് ആസിഡ്. ഹൈലറോണിക് ആസിഡ് സിറം ഒക്കെ നമുക്കറിയാം നമ്മുടെ സ്കിന്നിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. നെക്സ്റ്റ് മിനറൽ ആൻഡ് ഓർഗാനിക് ഫിൽറ്റേഴ്സ്. മിനറൽ ആൻഡ് ഓർഗാനിക് ഫിൽറ്റേഴ്സ് UV റേ പ്രൊട്ടക്ഷനിൽ നിന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ, അതുപോലെ ബ്ലൂ ലൈറ്റിൽ നിന്നും UV പ്രൊട്ടക്ഷൻ മാത്രമല്ല, ബ്ലൂ ലൈറ്റ് നമ്മുടെ ഫോണിൽ നിന്നൊക്കെ ഉള്ള ലൈറ്റ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സ്ക്രീനിൽ നിന്നൊക്കെ ഉണ്ടാവുന്ന ലൈറ്റ്സിൽ നിന്നൊക്കെ നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഹെൽപ്പ് ചെയ്യുന്നൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു പ്ലസ് എന്ന് പറഞ്ഞാൽ ഇത് ആൻറ്റി പൊല്യൂഷനാണ്. അപ്പം നമ്മളുടെ UV റേ പ്രൊട്ടക്ഷൻ മാത്രമല്ല, ബ്ലൂ ലൈറ്റ് പ്രൊട്ടക്ഷനും ഉണ്ട്. അതേപോലെ നമ്മുടെ പൊല്യൂഷനിൽ നിന്നും മൈക്രോ ഓർഗാൻസിൽ നിന്നൊക്കെ നമ്മുടെ സ്കിന്നിനെ ബാരിയർ ചെയ്യാനൊക്കെ, നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനൊക്കെ നല്ലപോലെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സൺസ്ക്രീനാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഞാനിത് റിവ്യൂ ചെയ്യണമെന്ന് തന്നെ വിചാരിച്ചിട്ട് ഞാനിത് കളയാതെ വെച്ചിരുന്നതാണ് ഇതിൻ്റെ ഒരു പാക്കേജ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങാനും കിട്ടും, ഓൺലൈനിലും വാങ്ങിക്കാനായിട്ട് കിട്ടും. നമ്മൾ ഓൺലൈനിൽ നിന്നൊക്കെ വാങ്ങുന്ന സമയത്ത് കുറച്ചുകൂടെ നമുക്ക് ചീപ്പായിട്ട് ഈ ഒരു പ്രോഡക്റ്റൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. പല ആപ്സിൽ നോക്കിയാൽ ഇപ്പോൾ പർപ്പിൾ, നൈക്ക അങ്ങനെയുള്ള ആപ്സിലൊക്കെ നമുക്ക് വളരെ ഓഫർ പ്രൈസിലൊക്കെ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും ഈ ഒരു പ്രോഡക്റ്റ്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇത് സ്പെഷ്യലി പ്രിപ്പയർഡ് ഫോർ ഇന്ത്യൻ സ്കിന്നാണ്. നമ്മുടെ ഇന്ത്യൻ സ്കിന്നിന് സ്പെഷ്യലി പ്രിപ്പയർഡ് ആയിട്ടുള്ള ഒരു സൺസ്ക്രീനാണ്. അപ്പം നമുക്ക് ഇപ്പോഴത്തെ ഈ ഒരു ചൂട് സമയത്ത്, ഈ ഒരു വെയിലത്ത് നമുക്ക് പുറത്തേക്കൊക്കെ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു സൺസ്ക്രീനൊക്കെ എന്തായാലും എല്ലാവരും വാങ്ങിക്കുമല്ലോ. അപ്പം നമുക്ക് കണ്ണും പൂട്ടി വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സൺസ്ക്രീനാണ് ഈ ഡോട്ടർ ഷെറ്റ്സ് സൺസ്ക്രീൻ എന്ന് പറയുന്നത്.
വളരെ എഫക്റ്റീവ് തന്നെയാണ് നമ്മുടെ സ്കിന്നിൽ. നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് സൺലൈറ്റ് ആയിട്ടുള്ള ഡാമേജസ് ഒന്നും നമ്മുടെ സ്കിന്നിൽ വരുത്തില്ല എന്ന് നമുക്ക് 100% വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ് കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് നമ്മുടെ സ്കിന്നിൽ ബ്ലെൻഡ് ആവും, വൈറ്റ് കാസ്റ്റ് ഒന്നും ഉണ്ടാവത്തില്ല. പ്ലസ് അതിൻ്റെ കൂടെ നമുക്ക് വേറെ പല ബെനിഫിറ്റ്സും ഇതിൽ നിന്നും ഉണ്ടാവും. നമ്മുടെ സ്കിന്നിൽ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ വരാതിരിക്കാനും സ്കിൻ ലൈറ്റൻ ആവാൻ, അതുപോലെ തന്നെ ബ്ലൂ ലൈറ്റ്സിൽ നിന്നും പൊല്യൂഷനിൽ നിന്നും ഒക്കെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഒരു സൺസ്ക്രീൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത് മസ്റ്റ് ബൈ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, ഇത് ഞാൻ യൂസ് ചെയ്തതിൻ്റെ ഒരു റിസൾട്ടാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു സൺസ്ക്രീനിൻ്റെ റിവ്യൂ ആയിട്ട് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ യൂസ്ഫുൾ ആവുമെന്ന് തോന്നുന്നവർക്കൊന്ന് ഷെയർ ചെയ്ത് കൂടെ കൊടുക്കുക. അപ്പം വീണ്ടും നല്ല ഒരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ